എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഗ്രാൻഡ് ഫിനാലേക്ക് തൊട്ട് മുമ്പുള്ള ഏറെ ഞെട്ടലുണ്ടാക്കിയ മിഡ് വീക്ക് എലിമിനേഷനിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളിൽ ഒരാളാണ് നെവിൻ. ടോപ്പ് 5ൽ ഇടം നേടാൻ സാധിക്കാതെ പോയ നെവിൻ ഇപ്പോൾ തന്റെ പുറത്താകലിനെക്കുറിച്ചും ബിഗ് ബോസിലെ അനുഭവങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മനോഹരമായ ദിനങ്ങൾക്ക് ശേഷം പുറത്തുവന്ന നെവിൻ തന്റെ എലിമിനേഷനെക്കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ ഈ പുറത്താകൽ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ നിന്നും പുറത്തായതിൽ നല്ല വിഷമമുണ്ട്. ഈ സമയത്ത് ഒരു എലിമിനേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫിനാലെയുടെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ തീർച്ചയായും ടോപ്പ് 5 ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ അവസാനം എല്ലാം പ്രേക്ഷകരുടെ തീരുമാനമാണല്ലോ. അവരുടെ ഇഷ്ടത്തെ ഞാൻ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. ഒരു പക്ഷേ ഈ ആഴ്ച പ്രേക്ഷകർ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. ഇതിനെ ഞാൻ ഒരു ഗെയിമിന്റെ ഭാഗമായി മാത്രം കാണുന്നു. പുറത്താകൽ ദുഃഖകരമാണെങ്കിലും ഇത്രയും ദിവസം ആ വീട്ടിൽ തുടരാൻ എനിക്ക് അവസരം തന്ന പ്രേക്ഷകരോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ പിന്തുണച്ച എല്ലാവരുടെയും സ്നേഹമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഈ സീസൺ ടൈറ്റിൽ നേടാൻ അനീഷാണ് ഏറ്റവും അർഹനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനീഷ് ഈ സീസണിന്റെ ഒരു വലിയ ഭാഗം പോലെയാണ്. ഒരു പക്ഷേ ഈ സീസൺ അറിയപ്പെടുന്നത് തന്നെ അനീഷിന്റെ പേരിലായിരിക്കുമെന്നാണ് എന്റെ ഊഹം. കാരണം അത്രയധികം കണ്ടന്റ് അദ്ദേഹം ബിഗ് ബോസ് വീടിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ക്വാളിറ്റിയുള്ള ഒരു കളിക്കാരനാണ്. ടാസ്കുകളുടെ കാര്യത്ത് അനീഷ് തന്റെ 100% പരിശ്രമം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വത്തിനും ഉടമയാണ്. ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദനം നൽകാനും മുൻകൈയെടുക്കുന്നത് അനീഷാണ്. ഗെയിം നന്നായി കളിക്കുന്ന വിനയമുള്ള ഒരാൾക്ക് കിരീടം ലഭിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനെയാണ് നമ്മൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. അനീഷ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനീഷ് കപ്പ് നേടണമെന്നാണ് എന്റെ ആഗ്രഹം. എങ്കിലും ആരായിരിക്കും വിജയി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഗ്രാൻഡ് ഫിനാലേക്കായി അവശേഷിക്കുന്നുള്ളൂ. നെവിന്റെ വാക്കുകളിൽ നിന്ന് അനീഷിനോടുള്ള സ്നേഹവും പിന്തുണയും വ്യക്തമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്കായി വോട്ട് ചെയ്ത് അവരെ വിജയത്തിലേക്ക് നയിക്കുക. ആരാകും സീസൺ 7ന്റെ വിജയെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.